രണ്ട് സാധനങ്ങൾ കൊണ്ടുവച്ച് കാണിച്ച് അത് എങ്ങനെ എഴുതണമെന്നുള്ളത് കാണിച്ചതാണ്. ഇനി സ്പൂളി ഇല്ലല്ലോ, ഈ സ്പൂളി ഇല്ലാത്ത ഒരുപാട് വീട്ടമ്മമാർ കാണാം. അപ്പം എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒരു ചെറിയ ചീപ്പ് എടുക്കുക. ചെറിയ ചീപ്പ് എടുത്തതിന് ശേഷം അതിങ്ങനെ പതുക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക മേളിലോട്ട്. ഓക്കെ, കോമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മേളിലോട്ട്, എന്നിട്ട് ഒരു പതുക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈനിങ് വരയ്ക്കുക. ഓക്കെ, ഈ വശവും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 പുരികവും ആയി. ഇതിൽ കുറച്ച് ഡാർക്കൻ കുറവാണ്, കാരണം ഞാൻ ആ ഷാഡോ വെച്ച് ഐബ്രോ ഈ പൗഡർ വെച്ചാണ് എഴുതിയത്. ഇതിപ്പോൾ ഐബ്രോ പെൻസിൽ കൊണ്ട് എഴുതണം. ആ ഡിഫറൻസ് വരും. ഇപ്പം നിങ്ങൾക്ക് ഇത്ര കറുപ്പ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കറുത്ത ഐബ്രോ പെൻസിൽ വാങ്ങരുത്. നിങ്ങൾ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ കിട്ടും, അത് വാങ്ങുക. അതായിരിക്കും നല്ലത്. കാരണം കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ ഒത്തിരി കറുപ്പിക്കുന്നത് അത്ര നല്ലതല്ല, കാണാൻ കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ അത് കാരണം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ കിട്ടും, നല്ല ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒന്ന് വാങ്ങുക. ഇതേപോലെ ചെയ്യുക. ഒരു ചീപ്പും ഒരു ഐബ്രോ പെൻസിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഐബ്രോ